എനിക്ക് ഈ ലോകത്തിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എനിക്കെല്ലാം അറിയാം. ഞാൻ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇരുത്തി പഠിക്കും, അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ചെയ്തവരുടെ റെഫറൻസ് ഉണ്ടാവില്ല, അതൊക്കെ നോക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പൈസ മേടിച്ച് ഞാനൊരു പ്രൊഡക്റ്റ് തരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിർമ്മിക്കുന്നു എന്നറിയാനുള്ള അവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന, അവിടെ എനിക്കൊരു സീക്രട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിന്റെ മേക്കിങ്ങും കാര്യങ്ങളും ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് തന്നെ അതാണ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, പറ്റുമെങ്കിൽ ബിസിനസ് ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അവരുമായിട്ടൊന്നും സംസാരിക്കും. എനിക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ഞാൻ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് വന്നത്. മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ബ്രാൻഡ് സ്റ്റുഡിയോയിൽ പുതിയൊരു ബ്രാൻഡിനെയാണ് പരിചയപ്പെടുന്നത്. പുതിയ വളർന്നു വരുന്ന ബ്രാൻഡുകൾ, എസ്റ്റാബ്ലിഷ് ആയ ബ്രാൻഡുകളെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡ് സ്റ്റുഡിയോയുടെ ലക്ഷ്യം. സോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന സംരംഭക എന്ന് പറയുന്നത് എൻ്റെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്താണ്, വനിതാ സംരംഭകയാണ്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് സ്വന്തമായിട്ടൊരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സക്സസ്ഫുൾ വുമൺ ഓൺട്രപ്രണറെ ബ്രാൻഡ് സ്റ്റുഡിയോയിൽ ഗസ്റ്റായി കൊണ്ടുവരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അൻസിയയെ സ്വാഗതം ചെയ്യുന്നു. ഉമ്മീസ് എന്ന് പറയുന്ന ബ്യൂട്ടി കെയർ ബ്രാൻഡിൻ്റെ ഫൗണ്ടർ കൂടിയാണ് അൻസിയ. അൻസിയയ്ക്ക് ബ്രാൻഡ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ അൻസിയ, നമ്മളൊരു കാഷ്വൽ ഡിസ്കഷനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് ജേണി, നമ്മുടെ എങ്ങനെയാണ് ഫാമിലി, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രാൻഡ് എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്ന് അറിയാനുള്ള താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ട്. എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. വെറുതെ ഇരുന്നാൽ പോരായിരുന്നോ? ശരിക്കും വീട്ടിലിരിക്കുക, ഫുഡ് ഉണ്ടാക്കുക, മക്കൾ നോക്കുക, സമാധാനത്തോടെ ഇരിക്കുക, മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയ കണ്ടിരിക്കേണ്ട ഈ സമയത്ത് എന്തിനാണ് ഈ വെയിലും മഴയൊക്കെ കൊണ്ട് നടക്കേണ്ടി വരുന്ന, പൊടി പിടിച്ച് അടുക്കളയിൽ മരുന്നുണ്ടാക്കുന്ന സമയത്ത് പുകയും ഒക്കെ കൊണ്ട് ഈ റിസ്ക് എന്തിന് ബിസിനസ്സിലേക്ക് വന്നു? ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഒരു റിസ്ക് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു അഡ്രസ്സ് ഉണ്ടാക്കലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന ചിന്തയിൽ നിന്നാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. കുറച്ച് തെളിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് 2 ഇക്കാക്കന്മാരാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഒക്കെ തന്നെയും ഉമ്മ ഓരോ വീട്ടുകളിൽ ജോലിക്കാണ് പോയിരുന്നത്. വീട്ടുപണി ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും നോക്കിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ ഞാനാണ് വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി. എനിക്ക് ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു അംശം പോലും എനിക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. എന്നാൽ പോലും എൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെയ്യണം. കാര്യം എനിക്ക് വേണ്ടി ജീവിക്കുന്ന 3 പേരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്കില്ലാത്തത് ഒരു അഡ്രസ്സാണ്. പറയത്തക്ക അഡ്രസ്സോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു പേരോ ഒന്നും ഇല്ലാത്ത ഒരു കുടുംബം. ചിലപ്പോൾ ഇന്നോ നാളെയോ അവിടുന്ന് ഞങ്ങളെല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന ഒരു കുടുംബം. അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവിടെ നിന്നാണ് ഈ ഒരു ബ്രാൻഡിന് ഒരു പേരുണ്ടാവുന്നത്. സോ അഡ്രസ്സ് ഉണ്ടാക്കാൻ തിരഞ്ഞെടുത്ത വഴിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. നമ്മളൊക്കെ പലരും അങ്ങനെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും. ഞാനും എൻ്റെ കുട്ടിക്കാലാണ് ഓർക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുറേ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസ്പയറിംഗ് ആണ് കേട്ടോ വാക്കുകൾ. ഈ സംരംഭം തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ഇവിടെ ശരിയാവില്ല, ഇവിടെ ഒന്നും നടക്കൂല, കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും തുടങ്ങിയാൽ അത് സെറ്റ് ആവില്ല എന്നുള്ളൊരു അഭിപ്രായം പലരും പറയാറുണ്ട്. ശരി, അവിടെയാണ് അൻസിയ ഉമ്മീസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് ബിൽഡ് ചെയ്യുകയും സക്സസ് ആക്കി എടുക്കുകയും ചെയ്യുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ തുറന്ന് പറയുകയാണ്. കാര്യം മാത്രമല്ല, ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്ത് അത് ഫൈറ്റ് ചെയ്ത് അവസാന ലൈസൻസ് നേടിയ ഒരാളാണ്. നമുക്കൊരു ചിന്താഗതിയുണ്ട്, ഓക്കെ നമുക്ക് കുറച്ച് ഹോൾഡ് അല്ലെങ്കിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് പലരും ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. ജസ്റ്റ് ഒരു ക്ലീശ ആയിട്ട് പറയും, കേരളത്തിൽ ബിസിനസ് ഒന്നും നടക്കൂല, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നു, ഇവിടുത്തെ സിസ്റ്റം അടിപൊളിയാണ്. പക്ഷേ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അവരിൽ വളരെ കുറച്ച് പേരൊക്കെയാണ് പ്രശ്നം. അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ നമ്മളൊരു സംരംഭമാക്കി എടുക്കുന്നത്. അപ്പോൾ അത് വിജയിച്ചു, നമ്മളുടെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വിജയിച്ചു, എന്നിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ഈ ചില ഉദ്യോഗസ്ഥന്മാർ കാരനാണ്. അപ്പോൾ ശരിക്കും സംരംഭകർക്കൊന്നും ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, മറിച്ച്
ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു ക്ലാസ് ഈ സംരംഭകർ കേരളത്തിന് ആവശ്യമോ അല്ലയോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ശരിക്കും അൻസിയെ പറയേണ്ട ഒരു ടോക്കാണ്, എന്നാലും അതിനകത്ത് ഞാനും പറയാണ്. കാരണം ഈ കേരളത്തെ നിലനിർത്തിയത് പ്രധാനമായിട്ടും വിദേശ ഫണ്ടാണ് വലിയ രീതിയിൽ വന്നുകൊണ്ടിരുന്നത്. നന്നായിട്ട് ആളുകൾ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തിരുന്നു, പക്ഷെ ആളുകൾ അയക്കൽ കുറച്ചു. കാരണം ആളുകൾ സ്പെൻഡ് ചെയ്തിരുന്ന ഇവിടെയും സമ്പാദിച്ചിരുന്ന അവിടെയായിരുന്നു. ഇന്ന് ആളുകൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. സോ ഇവിടെ ക്യാഷ് ഫ്ലോയുടെ പ്രശ്നങ്ങളൊക്കെ വരും. ഇനി ഇവിടെ വളരണമെങ്കിൽ, ഇനി ഇവിടെ മേളിലേക്ക് പോകണമെങ്കിൽ ഇവിടെയുള്ള സംരംഭകരുണ്ടാകണം, ഇവിടെ ഉൽപ്പാദനം വേണം. കുറേ ഗവൺമെൻറ് സർവീസിലും ഗവൺമെൻറ് ജോലിക്കാരുണ്ടായതുകൊണ്ട് മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ സംരംഭകരും ജോലിക്കാരും ഗവൺമെൻറ്റും ഒക്കെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൽ അൻസിയ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സംരംഭങ്ങളും ഇങ്ങനെ കുറേ ആളുകൾ തുടങ്ങുന്നുണ്ട്. കുറേ ഇപ്പം അൻസിയക്ക് തന്നെ അറിയായിരിക്കും, അൻസിയുടെ കുറേ സുഹൃത്തുക്കൾ ഒരു പക്ഷേ പല ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടാകും. ഫാഷനിലേക്ക് ഒരു പ്രത്യേകിച്ച് വനിതാ സംരംഭകരടക്കം ഫാഷൻ അല്ലെങ്കിൽ ബുട്ടീക്ക് അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ട് പരിചയമുള്ള കുറേ സാധനങ്ങളൊക്കെ തുടങ്ങും. പക്ഷെ ഇവർക്കൊന്നത് കുറേ കാലത്തിനപ്പുറത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അത് വിജയിപ്പിച്ച് അത് നിലനിർത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണിത് ശരിക്കും ഈ ഒരു കാറ്റഗറിയിൽ ഞാനും വരേണ്ടതായിരുന്നു. പക്ഷെ ഞാനത് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതുപോലൊരു വലിയൊരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വലിയൊരു റെയ്ഡ് നടക്കുന്നു, പെട്ടെന്ന് നമ്മളെല്ലാം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഒരു വലിയ എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീയായിട്ട് ചെയ്തതല്ലേ എന്ന് പറയാൻ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അത് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക്. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഞാൻ ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോലും സംസാരിക്കലും ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യവും അന്ന് എനിക്ക് മിനിസ്റ്ററെ നേരിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംരംഭങ്ങൾ പൂട്ടാൻ വേണ്ടിയിട്ട് വേഗം എല്ലാവരും വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോരുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു സംരംഭം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ ലൈസൻസ് ഇതൊക്കെയാണ്, ഇത് നമ്മൾ ചെയ്തു തരാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനത്തെ വഴിയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ? ഇല്ല. ഒരു ഗൈഡൻസ് ഇല്ല സംരംഭകർക്ക്. പക്ഷേ പൂട്ടാനുള്ള ഗൈഡൻസ് കൃത്യമായിട്ടുണ്ട്. കാര്യം സംരംഭം തുടങ്ങാനായാലും അത് വിജയിക്കാനായാലും വിജയിപ്പിക്കാനായാലും എത്ര വേണമെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ സംരംഭം തുടങ്ങുന്ന ആളുകൾ, സംരംഭകര്. പക്ഷെ അവരെ പെട്ടെന്ന് തന്നെ അവസാനം അങ്ങോട്ട് ഇല്ലാതാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഈ സിസ്റ്റം ഇങ്ങനെ മാറിയാൽ മതി. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ, നിങ്ങളുടെ സംരംഭം സൂപ്പറാണ് എന്നൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സംരംഭങ്ങൾ ഇവിടെ അവസാനിപ്പിക്കില്ല. കാര്യം പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ് സ്ത്രീകൾ പലരും ഇത് അവസാനിപ്പിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സമ്പാദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നാടിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും കുടുംബം മൊത്തം എന്താ പറയുക കടക്കണിയിൽ തൂങ്ങി മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ അത് വേണ്ടാന്ന് വെക്കുകയാണ്, അത്രയേ ഉള്ളൂ. അവിടെ നഷ്ടം ആർക്കാണ്? ആ ഒരു വ്യക്തിക്കല്ല, നാടിനാണ്. കുറെ ആളുകൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഉമ്മീസ് എന്ന് പറയുന്ന ഈ ബ്രാൻഡ് അൻസി എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? ഞാൻ പറഞ്ഞില്ല, എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് സക്സസ് ആവണം അങ്ങനെയൊന്നും വിചാരിച്ച ഒരാളെ അല്ല. പക്ഷേ ഞാൻ നിരന്തരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ആ ചിന്തയിൽ നിന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ കയ്യിൽ എന്താ ഇല്ലാത്തതെന്നല്ല, ഉള്ളത് എന്താണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. എൻ്റെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, എൻ്റെ സപ്പോർട്ട് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചെങ്കിൽ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ പോലെയൊക്കെ ഞാൻ കഴിഞ്ഞേനെ. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ ഉള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. ആ ഉള്ളത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ എൻ്റെ ഫാമിലി ഈ ഒരു അറിവുണ്ട്. ഞാൻ തുടങ്ങുന്ന, അതായത് 9 വർഷം മുമ്പ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാവർക്കും ഒരു തമാശയായിരുന്നു. ഈ എണ്ണയൊക്കെ കാച്ചി എണ്ണ കച്ചവടക്കാരിയോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഉമ്മീസ് എന്നുള്ളൊരു ബ്രാൻഡിന് ഒരു പേരിടുമ്പോൾ ഒരു അഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരു സ്ത്രീ ഒരു അഡ്രസ്സാണ്. അതിന് ഞാൻ ഉമ്മയാണ് കരുവാക്കിയിരിക്കുന്നത്. അതിലെപ്പോഴും ആ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. നമ്മളുടെ ഓരോ ഇൻഗ്രീഡിയൻസും തന്നെയും നമ്മൾ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഞാൻ പാലക്കാട് നിന്നാണ്, എനിക്ക് ഈസിലി നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാം. കേരളത്തിൽ നിന്ന് ഞാൻ എന്തുകൊണ്ടാണ് കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കാനാണ്. അതായത് പലരും ചോദിക്കും ഇതൊക്കെ ബിസിനസ്സായിട്ട് വളർത്തുമ്പോൾ അത് നല്ല അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോ ബ്രാൻഡിനും അവരുടെ ആ ഒരു USP ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അഡ്രസ്സ് അത് തന്നെയാണ്. അപ്പോൾ അഡ്രസ്സ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ എനിക്ക് പുറത്തിറങ്ങിയ പോലെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ?
അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പം ഈ ഒരു ബ്രാൻഡിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ കേരളത്തിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിച്ച് ഞാനൊരു പ്രൊഡക്റ്റ് തരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിർമ്മിക്കുന്നു എന്നറിയാനുള്ള അവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന, അവിടെ എനിക്കൊരു സീക്രട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിന്റെ മേക്കിങ്ങും കാര്യങ്ങളും ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് തന്നെ അതാണ് കാണിക്കുന്നുണ്ട്. ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ദെൻ അതിൻ്റെ ലീഗൽ വശങ്ങൾ എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇതിനപ്പുറം ഒരു ക്വാളിറ്റി കാണിച്ചു തരുന്ന ബ്രാൻഡ് ഉണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിൽ എത്രത്തോളം സോഷ്യൽ മീഡിയ അൻസിയ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്? സോഷ്യൽ മീഡിയ ആണ് സത്യം പറഞ്ഞ എല്ലാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ₹1 എൻ്റെ ഇറക്കാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അവിടെയാണ് സോഷ്യൽ മീഡിയ തരംഗമായിരിക്കുന്നത്. കാര്യം നമ്മളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും, ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ഉള്ള ഒരു ആളാണെങ്കിലും ഇന്നൊരു കുറഞ്ഞതൊരു 5000 അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ ഫോണുണ്ട്. തീർച്ചയായിട്ടും ആ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ആവാന്നുള്ളത്. ജീവിക്കാൻ പറ്റില്ല. നെറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാര്യം ഞാൻ ഡെയിലി സോഷ്യൽ മീഡിയയിൽ 5-6 വീഡിയോ അപ്ലോഡ് ചെയ്യും. കറക്റ്റ്. അതെൻ്റെ പണിയാണ്. ഞാൻ അത് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് എനിക്ക് ഫുൾ ലീഡ്സ് കിട്ടുന്നത്, പുതിയ പ്രൊഡക്റ്റിന്റെ ഫോർമുലേഷൻ കിട്ടുന്നത്. ഫോർമുലേഷൻ മീൻസ് എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്ത് കിട്ടുന്നത്, അതേപോലെ കസ്റ്റമർ കിട്ടുന്നത്. ഇത്ര ടേൺ ഓവർ എൻ്റെ കമ്പനിക്ക് ഉണ്ടായതും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. സോ വീട്ടിലിങ്ങനെ വെറുതെ ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വലിയൊരു പാഠമാണ് അൻസിയ നമുക്ക് പകർന്നു നൽകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ടൈം കൊടുക്കണം കേട്ടോ. ടൈം ആൻഡ് എഫർട്ട് എല്ലാത്തിനും അതിന്റെ ഒരു സെർട്ടൻ ലെവലുണ്ട്. പക്ഷെ ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പേടിക്കുന്നത് പൈസ ഇല്ല, എനിക്ക് സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നാണ്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ കൃത്യമായ അവസരങ്ങൾ ഉപയോഗിക്കും. അതായത് അതിൽ എനിക്ക് പറയാനുള്ള, എന്നോട് എല്ലാവരും പറയും, ഓ നിനക്ക് ഇത്ര അധികം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാട്ടോ നീ ഇവിടെ എത്തിയെന്ന്. ഈ പറയുന്ന സപ്പോർട്ടൊക്കെ എപ്പോഴുണ്ടായെന്നറിയോ? എനിക്ക് ഈ ലോകത്തിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എനിക്കെല്ലാം അറിയാം. ഞാൻ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇരുത്തി പഠിക്കും, അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ബോധം എനിക്കുണ്ട്. അപ്പോൾ ഓരോ സ്ത്രീകൾക്കും വേണ്ടത് അതാണ്. സ്ത്രീകൾക്ക് എന്നുള്ളതല്ല, ഒരു സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് ആരാണോ നമുക്ക് സപ്പോർട്ട് വേണ്ടത് അവരോട് സംസാരിക്കുക. ഞാൻ നേടിയെടുത്തത് അങ്ങനെയാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്ത എനിക്ക് പെട്ടെന്നൊരു ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. ഞാനിപ്പോൾ മല മറിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഇന്നിവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് ഞാൻ കണ്ടൊരു വിഷനായിരുന്നു. ഇതാണ് എൻ്റെ വിഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ അതിലേക്ക് എത്തി. അതും ഈസി ആയിട്ടല്ല, 9 വർഷം എടുത്തു. ഉമ്മീസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഈ ക്വാളിറ്റി, പ്രത്യേകിച്ചും മെഡിസിൻ ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുണ്ട്. ക്വാളിറ്റി ഒന്ന് മാറിക്കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. എങ്ങനെയാണ് ഉമ്മീസിന്റെ ക്വാളിറ്റി അൻസി ഉറപ്പുവരുത്തുന്നത്? എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫ്രം ദ സ്റ്റാർട്ട്? ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ്, അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ അത്രയും സേഫ് ആയിട്ട് അത്രയും പെർഫെക്റ്റ് ആയത് തന്നെയാണ് കളക്ട് ചെയ്തത്. നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ ഞാനിത് വീട്ടിൽ നിന്ന് ചെയ്തു എന്ന് വിചാരിച്ച് ഇത് അങ്ങനെ ഒരു ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിക്കാച്ചി ഉണ്ടാക്കി തരികയാണെന്ന് ആരും വിചാരിക്കരുത്. ഇതിന് നല്ല രീതിയിലൊരു ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. എല്ലാ തരത്തിലും ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ ഫോർമുലേഷനാണ്. ഞാനൊരു ഐഡിയ പറയും, ഓക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഫേസ് പാക്ക് വന്നാൽ നല്ലതായിരിക്കും. അതെൻ്റെ ഒരു തോട്ട്, അതെൻ്റെ ഒരു ഐഡിയ ആണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നവരാണ്. അതെങ്ങനെ ചെയ്താലാണ് ആളുകൾക്ക് ഗുണം ചെയ്യാന്ന് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. ഓക്കെ ഞാനിതിൻ്റെ ഫൗണ്ടറാണ്, അപ്പം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അത് തെറ്റായ ധാരണയാണ്. ഞാൻ ഇത് തുടങ്ങാനും ഇതിൽ നിന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും ഇതിൻ്റെ ഐഡിയാസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വരണം എന്നുള്ളതൊക്കെ എൻ്റെ ഐഡിയ ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതിൻ്റെതായ ആളുകളുണ്ട്, ഇതിൻ്റെതായ ടീമുണ്ട്. ആയുർവേദ ഡ്രഗ് ലൈസൻസ്ഡ് ആണ് ഈ പ്രൊഡക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ അതന്നെയാണ് നിങ്ങളുടെ ക്വാളിറ്റി. സോ അൻസിയ, എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അൻസിയ പറഞ്ഞു ഒരു അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അഡ്രസ് ഇല്ലാത്തതിന്റെ ഒരു അഡ്രസ് ക്രൈസിസ് ഒക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഘടകമാണെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇൻസ്പയറിംഗ് റോൾ മോഡൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അൻസിയക്ക്? തീർച്ചയായിട്ടും എന്നെ പോലെ ആവണം അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെ പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. ഈ ബിസിനസ് എന്താന്ന് പോലും അറിയാത്തൊരു സമയത്താണ് ഞാൻ ഇറങ്ങിയത്. അതൊരു നല്ലതായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്.
എൻ്റെ റോൾ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു ഫാമിലിയാണ്. സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷനറി കിട്ടിയെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന, എൻ്റെ കല്യാണം കഴിയുന്ന വരെ വീട്ടുജോലി ചെയ്യുന്ന ഉമ്മ, എന്നെയൊന്നും ഉമ്മ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ്. തുച്ഛമായ വരുമാനം. അതുപോലെ 2 ആങ്ങളമാരുണ്ട്, അവരെല്ലാം കൂലിപ്പണിക്ക് പോവുകയാണ്. അതും എന്നെക്കാൾ ഓരോരോ വയസ്സിന് മൂത്ത ആൾക്കാരാണ്. കാര്യം എൻ്റെ അറിവിൽ അവർക്കൊരു ഫ്രണ്ട്സ് ഉള്ളതുപോലെ കണ്ടില്ല. ഇപ്പൊ അവർ ലോകം കാണുന്നത് ഞാൻ വഴിയാണ്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ചിന്തിക്കായിരുന്നു, എനിക്കൊന്നുമില്ല, ഞാൻ 3 മക്കളെ എങ്ങനെ വളർത്തും, ഞാൻ അങ്ങോട്ട് മരിച്ചു കളഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഉമ്മാക്ക് ചിന്തിക്കായിരുന്നു അല്ലേ? എന്തുകൊണ്ട് എൻ്റെ ഉമ്മ ചിന്തിച്ചില്ല? ഉമ്മാക്ക് അറിയുന്നത് എന്തായിരുന്നു? അത് ചെയ്തുകൊണ്ട് ഉമ്മ ജീവിക്കുക ചെയ്തത്. അത് കണ്ടല്ലേ ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള വ്യക്തി എൻ്റെ ഉമ്മ തന്നെയാണ്. കാര്യം ഉമ്മയുടെ അവസ്ഥ ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ 2 മക്കളെ ഇട്ട് ഈ പ്രായത്തിൽ ജീവിക്കും എന്നുള്ളതാ. പക്ഷെ ഉമ്മയുടെ വളരെ ചെറുപ്പ പ്രായത്തിൽ ഞങ്ങൾ ഈ 3 മക്കളെയും ഉമ്മാക്ക് പറ്റുന്ന വിധത്തിൽ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ബ്രാൻഡിന് ഉമ്മീസ് എന്നുള്ള പേരിട്ടത്. കാര്യം നമ്മൾ പറയുമല്ലോ, എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചതാണെന്ന്. എപ്പോഴും ഉമ്മ അങ്ങനെയാ പറയാ. പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഉമ്മയാവരുത്, മറിച്ച് എനിക്ക് ജീവിക്കാനും കൂടെ ഞാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ പോരാളി. വെരി ഗുഡ്, ഗ്രേറ്റ്. നിങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സുകളും അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയ പ്രോഡക്ട്സുകളാണ്. അതും ഓർഗാനിക് ആയിട്ട് ആയുർവേദത്തിലൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആയുർവേദത്തിൽ മരുന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസമുള്ളൊരു സംഗതിയാണ്, പ്രത്യേകിച്ചും ക്വാളിറ്റി ഉള്ളത്. മരുന്ന് തേടി കുറെ യാത്രകൾ അനുസരിച്ച് നടത്തിയിട്ടുണ്ടാവും. ഈ മരുന്ന് തേടിയുള്ള യാത്രകളിലെ ഏറ്റവും രസകരമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അതായത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇൻഗ്രീഡിയൻസും കാണിക്കാറുണ്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട്. കാര്യം ഓരോ ഇൻഗ്രീഡിയൻസ് എവിടെ നിന്ന് വരുന്നു, അത് ഉണ്ടാക്കുന്ന ആരാണ്, അവരുടെ സ്ട്രഗിൾസ് എന്താണ്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ അടുത്ത് ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ ഭയങ്കര പ്രതീക്ഷയോടുകൂടെയാണ് ഓരോ സ്ഥലത്തും പോകുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മൾ അവിടെ മൂപ്പനെ പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതായത് മൂപ്പൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രസ്സിങ്ങും അവിടുത്തെ ഒരു വലിയൊരാളും കുറേ കാര്യങ്ങൾ കേൾക്കാൻ അറിയാം എന്നൊക്കെ ക്യാമറയൊക്കെ തൂക്കിയിട്ടാ പോയത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ക്യാമറ കണ്ടോന്നാണ്ടോന്ന് അറിയില്ല, ഞങ്ങൾ വടി എടുത്ത് അടിച്ചില്ലാന്നേ ഉള്ളൂ. അത്രയും ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. അതിലൊരു മെസ്സേജും കൂടെ പറയാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയുന്നില്ല ശരിയായ ആളുകൾ ഏതാണ്, തെറ്റായ ആളുകൾ ഏതാണെന്ന് അറിയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കുറച്ച് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് മാസം അവർക്ക് വരുമാനം തരുന്ന എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതാ. പക്ഷെ അവർ നമ്മൾ അടുപ്പിച്ചില്ല. അതെ അതെ, അതൊരു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. വിഷമവും തോന്നി, ഒപ്പം ഭയങ്കര സഹതാപവും തോന്നി അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട്. വേറെ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും പല കാർഡും മേടും ഒക്കെ പോകുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ടാണ്. ഒരു കൂട്ടം ആളുകൾ ഒരു സ്ത്രീയല്ലേ, അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നാടിന് നല്ലതല്ലേ, നമ്മളിവിടെ കൃഷി ചെയ്യുന്നതും നമ്മളുടെ സംഭവങ്ങളും നാട്ടിൽ തന്നെ തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ ഭയങ്കര സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത്തരം അനുഭവങ്ങൾ. സോ അൻസിയോട് കുറച്ചൊരു പേഴ്സണൽ ചോദ്യമാണ് ഇനി ചോദിക്കാനുള്ളത്. ഒരു ബിസിനസ്സുകാരി എന്ന രീതിയിൽ കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. ഇനി പേഴ്സണൽ ആയിട്ട്, കാരണം അൻസിയും അൻസിയുടെ ഭർത്താവും ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ പുള്ളിയുണ്ട്. അപ്പൊ ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങളും പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രണ്ടുപേരുടെയും ഈഗോ വർക്കൗട്ട് ആവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും നല്ലതും ചീത്തയായിട്ടുള്ള നല്ല അനുഭവങ്ങളുണ്ടാവും, ചീത്ത അനുഭവങ്ങളുണ്ടാവും. എന്താണ് അൻസിയുടെ ഒരു എക്സ്പീരിയൻസ്? ഈഗോ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് നിനക്ക് കിട്ടാത്തതും നിനക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ചിന്താഗതിയാണല്ലോ നമുക്ക് ഈഗോ ഉണ്ടാവുന്നത്. ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ ചിന്തിക്കുന്നത് വേറെ, ഇക്ക ചിന്തിക്കുന്നത് വേറെ. ഞാൻ ചിന്തിക്കുന്നതിന്റെ 7 അയലത്ത് പോലും വരില്ല ഇക്ക ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടാലി ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാര്യം ഞാൻ ചിന്തിക്കാത്ത പലതുമായിരിക്കും ആള് ചിന്തിക്കുന്നത്, ആള് ചിന്തിക്കാത്ത പലതുമായിരിക്കുമല്ലോ ഞാനും ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ലൈഫിലെ എല്ലാ കാര്യങ്ങളും, ബിസിനസ് മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂപ്പറായിട്ട് പോവുക ചെയ്തത്. പിന്നെ ഈഗോ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഈഗോ വരുന്നത്. അദ്ദേഹം ഇതിലൂടെ അദ്ദേഹത്തിന്റെ ജേണി കൊണ്ടുപോവാണ്. ആളും നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഓണ്ടർപ്രണറാണ്. ഞാനും
ഞാനും നല്ല രീതിയിൽ എന്റെ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈഗോ ശരിക്കും പറഞ്ഞാൽ ഇല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പല തർക്കങ്ങളും ഉണ്ടാവാറുണ്ട്. അതെ, അവിടെ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല തീരുമാനങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പുള്ളി വേറെ ഇതല്ലാതെ ബിസിനസ് എന്താണ് പുള്ളിയുടെ? ഞാൻ ഈ കോസ്മെറ്റിക് ഫീൽഡിലേക്ക് വന്നതോടുകൂടെ ഇതുപോലെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യലും ഇതൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെ പുള്ളി ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ട് സ്ലിം ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടീ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാര്യം എന്റെ വഴിയിലൂടെ വന്നിട്ടും ആളുടെ വഴി തിരഞ്ഞെടുത്തു. എനിക്ക് ഉമ്മീസിന് ഞാനൊരു 9 വർഷം കൊണ്ട് നേടിയിട്ടുള്ള ഒരു ടേൺ ഓവർ ആള് 8 മാസം കൊണ്ടാണ് നേടിയത്. അത്രയും അടിപൊളിയായിട്ട് ഒരു ബിസിനസ് ആള് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് ആർക്കും വേണ്ടി ഒന്നും കളയുന്നില്ല. ഡ്രൈ ഫ്ലവറിൽ നിന്ന് എന്താ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം ആവുന്നതേ. അത് ഒരു 18 ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മിക്സിംഗ് ആണ് വരുന്നത്. നമ്മൾ രാവിലെ നൈറ്റും കുടിച്ചാൽ മതി. എന്നിലൂടെ തന്നെയായിരുന്നു പരീക്ഷണം. ഞാൻ തന്നെ കുടിച്ചു, എനിക്ക് നല്ല റിസൾട്ട് ആണ്. ഞാൻ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല ഡെലിവറി കഴിഞ്ഞിട്ട്. ഇത് എല്ലാവർക്കും ആണിനും പെണ്ണിനും ഒക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം. ആള് ലൈസൻസ്ഡ് ആയിട്ടുള്ളത്, അതായത് ഉമ്മീസിന് തുടക്ക സമയത്ത് ഇല്ലാത്ത പലതും ഇതിൽ നേടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു അറിവ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മുടെ ആദ്യത്തെ ബ്രാൻഡിന് എന്താണോ ഇല്ലായിരുന്നു, അവിടെ എന്താണ് പോരായ്മ എന്നുള്ളത് എല്ലാം മാറ്റിയാണ് പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഒരു പുതിയ ബ്രാൻഡിനെ കൂടെ പരിചയപ്പെടുന്നത് നമ്മളെന്നുള്ളത് സന്തോഷമുണ്ട്. സോ പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഈ വനിതകളായ കുറെ ആളുകൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നല്ല കഴിവുള്ള ഹൈലി ടാലന്റഡ് ആയ ആളുകൾ പലപ്പോഴും വീടിനുള്ളിൽ അടുക്കളയിൽ തളച്ചിടപ്പെടുന്നുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത്. അങ്ങനെയുള്ള വനിതകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിന് ആൻസർ ഞാൻ പറഞ്ഞതാണ്, എന്നാൽ പോലും ഞാൻ തെളിച്ച് പറയാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ചെയ്തവരുടെ റെഫറൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കുക. അവിടെ നിന്ന് യുണീക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ USB എന്തായിരിക്കും, അതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതായത് ഓക്കെ, ഞാൻ ഇത് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ട് നാടിന് എന്ത് കിട്ടും. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ആലോചിച്ച് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എവിടെയും നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ തുടരാം. നമ്മുടെ ലൈഫ് ഭയങ്കര രസമാണ്. നമ്മൾ വീടിനകത്ത് ഇരിക്കുന്നതും അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതും അതൊന്നും മോശമാണെന്നല്ല, അതും ഭയങ്കര രസമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ മറക്കാതിരിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചിന്തയില്ലേ മാറ്റിയിട്ട് ലൈഫ് ഒന്ന് വേറെ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഭയങ്കര അടിപൊളിയാണ്. സോ ഒരു ബിസിനസ് സക്സസ് ആക്കി എടുക്കാം ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ആദ്യം അറിവ്, ബിസിനസ് എന്താണ്, അതായത് വിദ്യാഭ്യാസം ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതെ, നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, പറ്റുമെങ്കിൽ ബിസിനസ് ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അവരുമായിട്ടൊന്നും സംസാരിക്കും. എനിക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ഞാൻ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് വന്നത്. അതിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവരോട് സംസാരിക്കുക, അഡ്വൈസ് ഒന്നും നേടണ്ട. ഞാൻ അതേ പറയുള്ളൂ. നിങ്ങൾ അവരുടെ അടുത്ത് ഒരു അഡ്വൈസ് ചോദിക്കുക, ഇവരുടെ അടുത്ത് അതും വേണ്ട, അവരുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുക. പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് ആയിക്കോട്ടെ, എന്താണോ അതിനെക്കുറിച്ച് നോളജുള്ള കുറച്ച് പേര് കൂടെ ഇരുത്തുക എന്നുള്ളതാ. ദെൻ നല്ല രീതിയിൽ പാഷൻ ഉണ്ടാവുക. നിങ്ങൾ മടുക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സക്സസ് ആയിരിക്കും. അതാണ് മടുക്കാതെ ചെയ്യാൻ വേണ്ടി വേറെ ഒരു ബ്രാൻഡ് ബിൽഡിംഗിൽ അല്ലെങ്കിൽ സിസ്റ്റം ടീമിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ടീമിനെ നമ്മൾ റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഒരുപാട് വർഷം എടുക്കും ചിലപ്പോൾ നല്ലൊരു ടീം. അതായത് ആദ്യത്തെ ഒരു 10 പേരെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക, അതാണ് ഏറ്റവും അടിപൊളി. എനിക്ക് ദൈവം സഹായിച്ചിട്ട് എൻ്റെ അടുത്തുള്ള ഒരു 10 പേരെന്ന് പറഞ്ഞാൽ അത് അടിപൊളി ആളുകളാണ്. അതായത് ഞാൻ ഇല്ലെങ്കിലും എൻ്റെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആളുകളാണ്. ദെൻ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളായാൽ പോലും ഞാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അവർ പറയും ഓക്കെ ഇത്ര ഉദ്ദേശിക്കുന്നത് ഇതല്ല, അതായിരിക്കും. അത് അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു ടീമാണ്. അതിന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിലൂടെ നിന്ന് നമ്മൾ ചെയ്ത് കാണിക്കുക. ദെൻ അവർ നമ്മളെ പോലെയാവും. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവരോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. കാര്യം ഇക്കറിയാം ഇവിടെ എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. അവരിലൂടെ ഒരാളായി നിൽക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് തുടങ്ങുന്ന യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ഡ്രമാറ്റിക്, ഭയങ്കര ഫാന്റസി ഒന്നും ആയിരിക്കില്ല. നമ്മൾ വിചാരിച്ച പിന്തുണ ഒന്നും ആയിരിക്കില്ല കിട്ടുക. നേരെ മറിച്ച് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറെ കളിയാക്കലുകൾ ഉണ്ടാവും. നീയാണോ അപ്പൊ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്, നിന്നെ കൊണ്ട് കഴിയോ, ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ അനുസരിച്ച് ഉണ്ടാവും. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇവരൊക്കെ നേരിട്ടത്, എങ്ങനെയാണ് ഇവരുടെയൊക്കെ മറുപടി പറഞ്ഞത്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ പലരും പറഞ്ഞിട്ടുണ്ടാവും ആ വീട്ടുപണിക്ക് പോകുന്ന പെണ്ണിന്റെ മോളല്ലേ, അതവിടെ എത്തൂല്ല.
അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പലതും ഞാൻ ഒരു ഇൻസിഡന്റ് ആയിട്ട് എടുത്തു പറയുന്നില്ല. കാര്യം ഇപ്പോഴും അവരെല്ലാവരും എൻ്റെ വേണ്ടപ്പെട്ടവരാണ്. അതിൽ ഓരോരുത്തരും ഇപ്പൊ പറയുന്നുണ്ട്, അതായത് ഈ ഉമ്മീസ് നാച്ചുറൽസ് എന്ന് പറയുന്ന ആ കുട്ടി ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ സഹായത്തിൽ നിന്ന ആളുടെ മോളാണ്. അവർ ഭയങ്കര അഭിമാനത്തോടുകൂടെ ഓരോ വേദിയിലും ഞാനുമായുള്ള ബന്ധം പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതല്ലേ വേണ്ടു, അതിനപ്പുറം ഒന്നും വേണ്ടല്ലോ. അതന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറുപടി. സോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ ചോദിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ യാത്ര എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ കാണുന്ന പോലെ ലൈം ലൈറ്റില് ഭയങ്കര കാറും പോർഷ് ലൈഫ് ഒന്നും ആയിരിക്കില്ല, ഭയങ്കര സന്തോഷം നിറഞ്ഞൊന്നും ആയിരിക്കില്ല. ഈവൻ എത്രയൊക്കെ ഉണ്ടെങ്കിലും ശരി, കുറെ സ്ട്രഗിളിന്റെ കഥയുണ്ടാവും, ഓരോരുത്തർക്കും പറയാം, കുറെ കണ്ണീരിന്റെ കഥയുണ്ടാവും, പല അനുഭവങ്ങളായിരിക്കും, പലർക്കും പല രീതിയിലായിരിക്കും. അപ്പൊ അൻസിയുടെ ഒരു ബിസിനസ് 9 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് ലൈഫിൽ അൻസിയ തകർന്നു പോയ അല്ലെങ്കിൽ വല്ലാണ്ട് സങ്കടം വന്ന അനുഭവം എന്തായിരുന്നു? ശരി, ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ലൈഫിൽ ഒരു കുഞ്ഞുവാവ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 മാസം ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളാണ്. ഞാൻ എപ്പോഴും എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല. രാത്രി എനിക്ക് ഉറക്കമില്ലെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഇതിലും ഞാനിപ്പോൾ മൂത്ത മോൾക്കായാലും രണ്ടാമത്തെ മോളുടെ എല്ലാ ടൈമിലും ഞാൻ ബിസിയാണ്. സോ അതിലും ഞാൻ അതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അത് അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു. അബോർഷൻ ആവുക മാത്രമല്ല, ഞാൻ കുറച്ച് സീരിയസ് ആയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം എന്നെ സമാധാനിപ്പിക്കണം എന്ന് വിചാരിച്ച കുറച്ച് ആളുകളുണ്ട് ചുറ്റിലും. പക്ഷെ അവരിൽ പലരും എന്നോടും ഞാൻ കേൾക്കുകയും കേൾക്കാതെയൊക്കെ പറഞ്ഞത്, ഇവളിങ്ങനെ ബിസിനസ്സും കാര്യമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ആ കൊച്ചില്ലാണ്ടായി പോയെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ്, ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം അതാണ്. നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണെങ്കിലും കിട്ടും. നഷ്ടപ്പെടേണ്ടതാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടി വെച്ചാൽ നഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ അതിനൊന്നും നമ്മൾ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച ഓരോ കാരണങ്ങൾ ഉണ്ടാക്കരുത്. കാര്യം വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും മായ്ക്കാൻ പറ്റില്ല. അതെപ്പോഴും ഒരു മുറിവ് തന്നെ ആയിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതെനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്താണ് ഉമ്മീസിന്റെ ഫ്യൂച്ചർ? എനിക്ക് ഒരുപാട് ഉമ്മീസിൽ ഒരുപാട് ഐഡിയ ഉണ്ട്. ചിലപ്പോൾ ഒരു വലിയൊരു ബിസിനസ് ഇപ്പൊ താങ്കളെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ അതൊന്നും അല്ലല്ലോ ഇതിന്റെ ഒരു ഇതെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അല്ല, പൊതുവേ തോന്നിയേക്കാം. നമ്മളെപ്പോഴും വിചാരിക്കുമല്ലോ, ഓക്കെ ഇത്ര ഫണ്ട് റേസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ബിസിനസ് അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഞാനെപ്പോഴും പറയാനുള്ള ഉമ്മീസിന് എപ്പോഴും എനിക്കൊരു അഡ്രസ്സാണ്. എനിക്കിപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയും, നീ ഇന്ന് അഡ്രസ്സിന്റെ പുറകിൽ പോകുന്നു, ഞാൻ അവിടെ ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നു. ശരി, ഞങ്ങൾ രണ്ടും ഓക്കെ ഒരുമിച്ചായപ്പോഴാണ് ബിസിനസ് അടിപൊളിയായത്, ഞാൻ സമ്മതിക്കുന്നു. എന്നാലും എനിക്ക് ഉമ്മീസ് എന്നുള്ളൊരു ബ്രാൻഡ് വഴി എനിക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല സ്ഥലങ്ങളുണ്ട്, അതായത് വേൾഡിൽ തന്നെ പല ഇടങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഏതെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റെങ്കിലും ഉമ്മീസിന്റെ ബ്രാൻഡിൽ ലോഞ്ച് ചെയ്യണം. അതായത് എല്ലാ നാടിനെയും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട്, ഒരു അഡ്രസ്സ് ഇല്ലാത്ത ഒരു പെൺകുട്ടി എല്ലാ നാടിൻ്റെയും അഡ്രസ്സ് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ലോകം അറിയുന്ന വളരെ വലിയ അഡ്രസ്സുള്ള ഒരു ബ്രാൻഡായിട്ട് ഉമ്മീസ് മാറട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് തലമുറകൾ ഓർത്തു വെക്കുന്ന ഒരു അഡ്രസ്സുള്ള പേരായിട്ട് അൻസിയും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബ്രാൻഡ് സ്റ്റുഡിയോയിൽ വന്നതിന് ഒത്തിരി നന്ദി. നിങ്ങളുടെ ബ്രാൻഡിന് ഇതുപോലെ ബ്രാൻഡ് സ്റ്റുഡിയോയിൽ ഷോക്കേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്നത് ബ്രാൻഡ് സ്റ്റുഡിയോയുടെ നമ്പറാണ്, വിളിച്ചാൽ മതി. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനെ ബ്രാൻഡ് സ്റ്റുഡിയോയിൽ ഷോക്കേസ് ചെയ്യാം. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, ബിസിനസ് കോച്ച്. താങ്ക് യു.